സിപിഎമ്മിന്റെ സ്ഥിരം വിരട്ടലൊന്നും ഇവിടെ ഏൽക്കില്ലെന്ന ചുട്ട മറുപടിയിലൂടെ തുറന്നടിക്കുകയാണ് ടി.കെ. ഗോവിന്ദൻ. പാർട്ടിക്കെതിരെ പച്ചനുണ പടച്ചുവിടുകയാണ് ടി.കെ. ഗോവിന്ദനെന്ന് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് പറഞ്ഞിരുന്നു. പാർട്ടിയുടെ തീരുമാനത്തെ നീചമായ വിധത്തിൽ ടി.കെ. ഗോവിന്ദൻ അവതരിപ്പിച്ചുവെന്നും വിമർശനമുണ്ടായി. ഇതിനുള്ള മറുപടി കൈയോടെ കൊടുത്തിരിക്കുകയാണ് ടി.കെ. ഗോവിന്ദൻ. നുണ പറഞ്ഞ് പാർട്ടിയെ അധികകാലം സംരക്ഷിക്കാനാകില്ല. നുണ പറഞ്ഞാൽ അല്പനേരത്തേക്ക് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമായിരിക്കും. പക്ഷേ സത്യം അതിഭീകര രൂപം കൊണ്ട് പുറത്തേക്ക് വരിക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സിപിഎമ്മിനുണ്ടാകാൻ പോകുന്ന തിരിച്ചടിയെയാണ് ഗോവിന്ദൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം.വി. ജയരാജനും ജില്ലാ സെക്രട്ടറി കെ രാഗേഷും ഉന്നയിച്ച വിമർശനങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. മത്സരിക്കണമെന്നോ എം.എൽ.എ. ആകണമെന്നോ ഉള്ള ഒരു ആഗ്രഹവും ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അധികാരമോഹങ്ങൾക്ക് വേണ്ടിയല്ല ഈ പ്രതിഷേധം. ഇത് അനീതികൾക്കെതിരായുള്ള പ്രതിഷേധമാണ്. നിരവധി തെരഞ്ഞെടുപ്പുകളുടെ മണ്ഡലം സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ടി.കെ. ഗോവിന്ദൻ. ആ ഘട്ടങ്ങളിലൊന്നും എം.എൽ.എ. ആകണമെന്ന് ആരോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു. സ്വയം സ്ഥാനാർത്ഥിയാകാനുള്ള ആഗ്രഹം മാത്രമല്ല, അടുപ്പക്കാർക്കും പദവികൾ നൽകുന്നതും പാർലമെന്ററി വ്യാമോഹമാണെന്ന് EMS പറഞ്ഞിട്ടുണ്ട്. ഇത് ഗോവിന്ദൻ മാസ്റ്റർക്ക് ബാധകമാണെന്നാണ് ടി.കെ. ഗോവിന്ദൻ പറയുന്നത്. 3 തവണ എം.എൽ.എ. ആയ ശേഷം 4ാം തവണ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കുന്ന ഗോവിന്ദൻ മാസ്റ്ററേത് പാർലമെന്ററി വ്യാമോഹമല്ലേ എന്നും ടി.കെ. ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്. സിപിഎമ്മിനെ വിറപ്പിച്ചു നിർത്തുന്ന ചോദ്യമുനകളുമായാണ് ടി.കെ. ഗോവിന്ദൻ തുറന്നടിക്കുന്നത്. ഗോവിന്ദൻ മാഷുടെ താൽപര്യത്തിന് ജില്ലാ സെക്രട്ടറി വഴങ്ങുകയായിരുന്നുവെന്നും ടി.കെ. ഗോവിന്ദൻ ആരോപിക്കുന്നുണ്ട്. ആന്തൂരിലെ സാജന്റെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ ശ്യാമള ടീച്ചർ പറഞ്ഞത് എന്താണെന്ന് പി. ജയരാജൻ അറിയാം. നുണ പറയാൻ ഞാൻ തയ്യാറല്ലെന്നും ടി.കെ. ഗോവിന്ദൻ വ്യക്തമാക്കുന്നു. ചിലർ എന്നെ വിളിച്ചിരുന്നു. ഞാൻ സ്വതന്ത്രമായ നിലപാടാണ് സ്വീകരിക്കുകയെന്നും പാർട്ടിയിലെ അനീതിക്കെതിരായ പോരാട്ടത്തിൽ സ്ഥാനാർത്ഥിയാകേണ്ടി വന്നാൽ നോമിനേഷൻ കൊടുക്കുമെന്നും പറയുന്നുണ്ട്. ആര് പിന്തുണ തന്നാലും ഞാൻ സ്വീകരിക്കും. എന്നാൽ BJPയുടെയോ ജമാഅത്തെ ഇസ്ലാമിയുടെയോ പിന്തുണ സ്വീകരിക്കില്ലെന്നും ടി.കെ. ഗോവിന്ദൻ പറയുന്നു. അതായത് കോൺഗ്രസിന്റെ പിന്തുണ ടി.കെ. ഗോവിന്ദന് സ്വീകാര്യമെന്ന് തന്നെയാണ് ഈ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. സിപിഎമ്മിന് മുന്നിൽ സത്യം അതിഭീകര രൂപം കൊണ്ട് പുറത്തു വന്നാൽ പാർട്ടി ഒന്നടങ്കം തകർന്നടിയും. ഓരോ അഴിമതിക്കും അനീതിക്കും പിന്നിൽ സിപിഎമ്മിന്റെ തട്ടിപ്പ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. കേരളത്തെ തന്നെ ഞെട്ടിക്കുന്ന വാർത്തകളെ പുറത്തു കൊണ്ടുവരാതിരിക്കാൻ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് പാർട്ടിയെ രക്ഷിക്കുകയാണ് നേതാക്കൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഓരോ ദിനവും സിപിഎമ്മിലെ എതിർപ്പുകളാണ് പുകഞ്ഞു കത്തുന്നത്. ഇനിയും പച്ചക്കള്ളം പടച്ചുവിടുന്ന സ്ഥിരം ശൈലി സിപിഎമ്മിന് കനത്ത ആഘാതമേൽപ്പിക്കുമെന്ന് ഉറപ്പാണ്.